അങ്ങനെ സന്ദീപിന്റെ വീട്ടിലെ രണ്ടാമത്തെ ദിവസം ശരത്തിന്റെ എൻഗേജ്മെന്റ്. രാവിലെ എണിച്ചിട്ട് താഴെ പോയി നോക്കുമ്പോൾ അതാ ഇഡ്ഡലിയും സാമ്പാറും വടയും. അതും കഴിച്ചിട്ട് റൂമിൽ പോയി ഫ്രഷ് ആവാൻ നോക്കുമ്പോൾ ബാത്റൂമിലേക്ക് പോകുന്ന ഒരു ജാതക്കുള്ള ആൾക്കാരുണ്ട്. എല്ലാവരായിട്ടും പിന്നെ നൻപന് പുറത്താവിട്ടിരിക്കും. എന്ത് പരിപാടി? പുതിയ ആപ്പിളാന്നുള്ളത്. അമ്മ എന്താ എന്ത് പരിപാടി? അമ്മ ഇന്നെന്ത് പരിപാടി? ആര്? അങ്ങനെ കിട്ടിയ ക്യാബിൽ കുളിച്ചിട്ട് ഡ്രസ്സ് വിട്ടിട്ട് പോവാൻ കഴിഞ്ഞു. ഞാനും താഴ്ത്തി മിസ്താവും നമ്മൾ അംജദ് ടീമിന്റെ കയറി BM-ൽ പോകുന്ന പോക്കിൽ നമ്മൾ വിസ്മയിലെത്തിയ പോലെ മിസ്താനോട് ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞത്. അവന്റെ ഡെഡിക്കേഷൻ ലെവൽ നോക്കാം ഏത് വൈബ്. അങ്ങനെ പെണ്ണിന്റെ പരിക്ക് എത്തി ഏടെ പരിയൊന്നും അറിയാലോ. അതൊന്നും ചോദിക്കണം. നമ്മളെ കാലിക്കറ്റ് മൊറൊരു ടീം എല്ലാ ആൾക്കാരും ഫാമിലിനെക്കാട്ടി കൂടുതലുണ്ടായ സന്ദീപിന്റെ ചങ്ങായിമാർ. അങ്ങനെ എല്ലാവരും ചെക്കനക്ക് ചെയ്യാൻ വേണ്ടി കാക്കുന്നു. ചെക്കനക്ക് ചെയ്യുന്നില്ല നാണക്കടായിട്ട്. ടെൻഷൻ ഉണ്ടോ? ഇല്ല ഒരു ടെൻഷനില്ല. ആദ്യത്തെ ഒരു ടെൻഷൻ ഇല്ല. ആദ്യത്തെ അല്ലേ, അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. അങ്ങനെ പെണ്ണിന്റെ പരിക്കാർ എന്തോ ചെറിയ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് കയറി. ഈ ചടങ്ങെല്ലാം നമ്മ ആദ്യമായിട്ട് കാണാം. നമ്മൾ ഈ കാസർഗോഡ് ഭാഗത്ത് ഇല്ലാത്ത പ്രത്യേക തരം ചടങ്ങാണ് ഈ കാലിക്കറ്റിലെല്ലാം ഉള്ളത്. ഈ ഒരു ചടങ്ങ് കാലിക്കറ്റിൽ എല്ലായിടത്തും ഇല്ല. അതാണ് ഈ ഒരു ചടങ്ങിന്റെ പ്രത്യേകത. അമ്പം ചെറിയ എൻഗേജ്മെന്റ് ആണെങ്കിൽ ഒരു മംഗളത്തിന്റെ ഒരു പവർ ഉണ്ടായി. പിന്നെ ഒന്നിച്ച് കാസർഗോഡാറല്ലേ ഉള്ളത്. പവർ ഇല്ലാണ്ട് അങ്ങനെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മേലോട്ട് നോക്കുന്ന സമയത്ത് ചെക്കനെ കൊണ്ടുപോയിട്ട് ഇരുത്തിയാടെ ഇരുന്ന് അങ്ക കുടിക്കാനും കൊടുത്ത് ഞമ്മക്കും തന്നു കുടിക്കാൻ. ഇഷ്ടശരത്തിന്റെ എൻഗേജ്മെന്റിന് എന്നെ മുട്ടമ്പലത്തിന്റെ കടക്കാരമായ ഡ്രസ്സിംഗ് ആക്കിയിട്ടുണ്ടാവും. അങ്ങനെ അവരുടെ ചെറിയ രീതിയിലുള്ള ചടങ്ങ് തുടങ്ങുമ്പോൾ പെണ്ണ് വന്നു. ഇതാ നമ്മളെ സന്ദീപിന്റെ ഏട്ടൻ ശരത്തിന്റെ ഭാവി വധു. ഇവര് കൊണ്ടുവരുന്നതൊക്കെ പെണ്ണിന് കൊടുക്കാനുള്ള സാധനങ്ങളാണ്. ഈ കാണുന്നതൊക്കെ ദക്ഷിണയാണ്. അങ്ങനെ ശരത്തിന്റെ ഡ്രസ്സ് കൊടുക്കുമ്പോൾ അപ്പുറം ദക്ഷിണയായിട്ട് അടക്കാവും വെത്തലും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോ ആൾക്കാരെ പരിചയപ്പെടുത്തി കഴിയുമ്പോൾ ചെക്കന് കൊടുത്ത ഡ്രസ്സ് വിട്ടിട്ട് പെണ്ണ് വരുന്നു. അങ്ങനെ മോതിര മാറ്റിലൂടെ എൻഗേജ്മെന്റ് ചടങ്ങ് തുടങ്ങി. ഐഫോൺ കൊടുക്കുന്നതിലൂടെ ചടങ്ങ് അവസാനിച്ചു. ഐഫോൺ ഇല്ലാതെ എന്ത് എൻഗേജ്മെന്റ്. അത് കഴിഞ്ഞ് നേരെ പോയത് സദ്യ കഴിക്കാൻ. വെജ് ബിരിയാണി. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഫുഡായി. 2-3 കൂട്ടുകറികളും അച്ചാറും പപ്പടം കൂട്ടി അടിച്ച് കുമിയും ജിതിലേശ് എന്നെ നോക്കി തിന്നുന്നുണ്ട്. എതിരെ അഖിലേഷ് ഉണ്ണിയും ഒട്ട അടിച്ചുകൊണ്ട് തിന്നുന്നുണ്ട്. അതിനുശേഷം എൻഗേജ്മെന്റ് ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി ഒരു കേക്കും കൂടി മുറിച്ച് പിന്നെ അങ്ങോട്ട് തയതിന്റെ ഒരു 1.5 പാട്ടാണ്. ആ പാട്ട് പാടൽ ഞങ്ങൾക്ക് തന്നെ തോന്നിപ്പോയി ഇത് എൻഗേജ്മെന്റ് അല്ല, ഇത് മംഗലോ. അങ്ങനെ പോലീസ് പൊടി പാറ്റിയിട്ട് ആടുന്ന് നമ്മൾ നേരെ സന്ദീപിന്റെ വീട്ടിലേക്ക് പോയി. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.